ജീവിതത്തിലായിരുന്നു നമ്മൾ പോഡ്കാസ്റ്റ് തുടങ്ങുകയാണ്. സോ ഞാൻ അഫീഫ്, ഞാൻ സൽമാൻ, ഞാൻ നഹ്യ. സോ നമ്മളങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പ്രധാനമായിട്ട് പറയാൻ കാരണം ഇന്നലെ ഔട്ട് ഓഫ് ഫോക്കസിൽ ഒരു ഇപ്പം നമ്മൾ പൊതുവേ ഒരു ട്രെൻഡിങ് ആയി പറയുകയാണെങ്കിൽ ഈ കൊച്ചു കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള വാക്കാണല്ലോ. അപ്പോൾ അതേപോലെ ഇന്നലെ ഡിസ്കഷനിൽ വന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്ത വൈബ് അപ്പോൾ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഈ കമൻറ്റ് സെക്ഷനൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എടുത്ത് നോക്കിയാൽ ആരെങ്കിലും നടികളോ അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ അതിൽ താഴെയുണ്ടാവും ചേച്ചി, അമ്മായി, ആൻറ്റി, അങ്ങനത്തെ കുറച്ച് ടേമുകൾ ആളുകൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു അറൗണ്ടായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നമ്മൾ അത് പ്രശ്നം എന്താ വെച്ചാൽ എൻ്റെ വ്യൂവിൽ എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ആളുകൾ മറുപടി ഇല്ലെങ്കിൽ പൊതുവെ പറയുന്നത് എന്താ വെച്ചാൽ തന്ത വൈബാണ് നമ്മളതിലേക്ക് പറയും. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെ സാധനം അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ റീച്ച് ചെയ്ത് പറയാനുള്ളതല്ല. ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യം എന്തെങ്കിലും പറയുകയാണെങ്കിൽ, ഇപ്പോൾ അയാൾ അക്സെപ്റ്റ് ചെയ്യാത്ത എന്തോ സംഭവമായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നമ്മൾ പൊതുവെ ഉപദേശം പരിപാടികളുണ്ടല്ലോ, അതിനാണല്ലോ പൊതുവെ പറയാം തന്തവൈബ്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കുറച്ച് പേര്. അതല്ലാതെ ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഉത്തരം കിട്ടാക്കാൻ പറയാന്നുള്ളത് അല്ല. ഇങ്ങനെ ഈ ഉപദേശം അങ്ങനത്തെ മാനറിലുള്ള സാധനങ്ങൾ ഒരു കാറ്റഗറി ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. ചില സാധനങ്ങൾ പറയുമ്പോൾ ഓക്കെ അത് കുറേ വയസ്സായ ആൾക്കാർ വർത്താനം പറയാൻ തുടങ്ങിയിരിക്കണം എന്നുള്ളൊരു സംഭവം. പണ്ട് അമ്മാവൻ വൈബ് വരുന്നതാണ്. അമ്മാവൻ വൈബ് പറയുന്ന പോലുള്ള സെറ്റപ്പ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതന്നെ അങ്ങനെയാണ് എനിക്ക് കൂടുതൽ തോന്നിയിട്ടുള്ളത്. അതെ, ന്യൂവർ ജനറേഷന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുമ്പോ, അല്ലെങ്കിൽ എന്താ പറയാ, ഈ പിന്നെ പണ്ടൊരു പഴഞ്ചൊല്ലില്ലേ, മൂത്തയുടെ വാക്കും ഒന്നില്ലെങ്കിൽ ആ സെറ്റപ്പില് ഈ ഉപദേശം ടോണിലൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാല് അപ്പൊ തന്നായി സ്റ്റാമ്പ് അടിച്ചു വിടുക. പിന്നെന്താ പറയാ, ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാല് ഈ സൗണ്ട് മോഡിഫിക്കേഷൻ ചെയ്ത ബുള്ളറ്റ് അതുപോലുള്ള വണ്ടികള്, ചെവി അടക്കുന്ന സൗണ്ടുള്ള വണ്ടികൾക്ക് ആ വണ്ടി പോകുമ്പോ ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ തന്തവൈബാക്കി ബാക്കിയുള്ളവര് ജനറലി ഇപ്പൊ സൗണ്ട് ഉണ്ടാക്കുക, ഒരു ലിമിറ്റ് കൂടുതൽ സൗണ്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരാൾക്കൊക്കെ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരിക്കും ആ കേൾക്കുന്ന സമയത്ത്. അപ്പോൾ ജനറലി മനുഷ്യന് ഒരു ലിമിറ്റ് കൂടുതൽ സൗണ്ട് നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല. അതുണ്ടാകുമ്പോൾ അതൊരു ഫാക്റ്റാണ്. ആ സൗണ്ട് നല്ലതല്ല എന്നുള്ളൊരു ഫാക്റ്റാണ്. അപ്പോൾ ചില ആൾക്കാർ പറയും എത്ര സൗണ്ട്, ഇതിനാണ് ഇങ്ങനത്തെ സൗണ്ട് ഉണ്ടാക്കി പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രൗണ്ട് അവനോന്റെ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഗ്രൗണ്ട് പോയി ചെയ്തോട്ടെ, അത് പബ്ലിക്കിൽ ചെയ്യുന്ന ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഈ തന്ത വൈബ് പറഞ്ഞാൽ അത് മാത്രല്ല, ഇപ്പൊ നമ്മളിപ്പോ പൊതുവെ റീൽസിലൂടെ കണ്ടിട്ടുള്ള പഴയ പാട്ട് കേൾക്കുക, പിന്നെ എന്തെങ്കിലും കാര്യം പറയുമ്പോ അത് ഉപദേശ സാധനങ്ങൾ എടുക്കുക. പിന്നെ എന്തെങ്കിലും നമ്മളിപ്പം ചെക്കന്മാരെന്നല്ല, അപ്പോൾ ഈ ഒരു 25-30 ഒക്കെ ആകുമ്പോൾ തന്നെ ഈ സാധനിക്കൊന്നും ആളുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു സ്റ്റാമ്പ് അടിച്ചു വിട്ടാണ് തോന്നുന്നു. വെറുതെ അത് തന്തവൈബാന്ന് പറഞ്ഞാൽ ചിത്രീകരിച്ചിട്ടാണ്ട് എന്ത് ചെയ്യുക, മാറ്റി നിർത്തുക. അല്ല അതിൻ്റെ അപ്പുറത്തേക്ക് വെറുതെ ഒരു ടൈം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക. എനിക്ക് തോന്നുന്നു റീൽസിലുള്ള ഇമ്പാക്ട് തോന്നുന്നു കൂടുതലായിട്ട് ആളുകൾ അത് പറയാൻ റീൽസിൽ ഇമ്പാക്ട് ആയിരിക്കണം. കാരണം ഒന്നാമെന്ന് പറഞ്ഞാല് ഈ തന്തവൈബ് തന്നെ തള്ളപ്പെടുമ്പോ ഈ ആൾക്കാരെ മാറ്റി നിർത്താണല്ലോ. ഇവര് ഈ കൂട്ടം അല്ല, ഈ ഒരു വലിയൊരു കൂട്ടം ആൾക്കാരെ യുവതലമുറന്റെ ഇടയിൽ നിന്ന് മാറ്റി നിർത്താറ്. ആ ഒരു വിഷയമുണ്ട്. ഈ പഴയ പാട്ട് കേൾക്കുമ്പോ അല്ലെങ്കിൽ മാപ്പിള പാട്ട് അതൊക്കെ ഒരു തന്തവൈബ് സെറ്റപ്പ് ആണെന്ന് പറഞ്ഞാൽ പോലെ ഓൾറെഡി ഇപ്പോ നമ്മള് അങ്ങനെ സംഭവം ഉണ്ടാവും എന്ന് തോന്നുന്നു. കുറച്ചുകൂടി സംഭവിക്കുക നമുക്ക് ഇഷ്ടപ്പെടും. ചില ആൾക്കാർക്ക് പഴയ പാട്ട് കേൾക്കാൻ, ചില ആൾക്കാർക്ക് പഴയ രീതിയിൽ ഡ്രസ് ചെയ്യാൻ ഇഷ്ടമായിരിക്കും. അവർക്കത് ഇഷ്ടമാണ്, അവർ ചെയ്തോട്ടെ എന്നുള്ളതല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരാളത് ചെയ്യുമ്പോൾ അയാളെ ഭയങ്കരമായിട്ട് ഉള്ളി ചെയ്യുമ്പോൾ അയാളെ ഫ്രണ്ട് സർക്കിളൊക്കെ ഉള്ളി കൂടുമ്പോൾ അയാളെ ഇഷ്ടമുള്ള സാധനം അയാൾക്കത് ഇഷ്ടമാണെന്ന് പോലും അയാൾ അത് ചെയ്യാതെ എന്താണോ സോഷ്യലി ഇപ്പൊ ട്രെൻഡായിരിക്കുന്നത് എന്താണോ, അല്ല എല്ലാവരും ചെയ്യുന്നത് എന്താണോ, ഈ സോഷ്യൽ മീഡിയ പറയുന്നത് ഇൻഫ്ലുവൻസേഴ്സ് എന്താണോ പറഞ്ഞാൽ ചെയ്യാൻ അയാൾ പോസ്റ്റ് ആവും. കാരണം അതല്ലാതെ അയാൾ പുറത്തിറങ്ങുമ്പോൾ ഒരു ഉള്ളിയാണ് കാണുന്ന ആൾക്കാരൊക്കെ ഡ്രസ്സിനൊക്കെ തന്തവൈബായോ ആ ഒരു സാധനം. അത് ശരിയല്ല. കുറെ കാണുമ്പോൾ അത് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ചില ആൾക്കാരെ ഓക്കെ നമ്മളെല്ലാരും ചെയ്യുന്നത് കൂട്ടത്തിലൊരാള് ഒരു സെറ്റ് ഓഫ് ആൾക്കാരുടെ ഇടയിൽ ചെയ്യുകയാണെങ്കിൽ പോലും അത് അപ്പുറത്ത് നിൽക്കുന്ന ആളെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും, ഫീൽ ചെയ്യും. അയാളത് അപ്പം എക്സ്പ്രസ് ചെയ്തില്ല, അയാൾ ഉള്ളിൽ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടോ. നാളെ അയാളെ ഇഷ്ടങ്ങൾ അയാൾ ഒഴിവാക്കി സൊസൈറ്റി പറയുന്ന പോലെ അയാൾ ജീവിക്കേണ്ടി വരുന്ന രീതിയിൽ
പോയിട്ട് എത്തും തോന്നുന്നു. ആ ഒരു ലാബിൽ കൊണ്ടുവരുമ്പോൾ അടിച്ചുവിടാൻ മാറ്റിയെടുത്ത് വിടുമ്പോ ഇത് പ്രായമുള്ളവർ മാത്രല്ല, ഈ ഒരു ആ ഒപ്പം നിൽക്കുന്ന കൂട്ടുകാരിൽ തന്നെ ഓലിക്ക് ഇപ്പൊ പറഞ്ഞ പോലെ പഴയ പാട്ട് ഇഷ്ടമുള്ള ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പം പഴയ എന്തെങ്കിലും വേറെ ഇവരെ ടീമിലല്ലാത്ത എന്തെങ്കിലും കാര്യം ചെയ്യാനെങ്കിൽ പോലും ഒറ്റപ്പെടുത്താം. അത് കൂടുതലായിട്ട് വരുന്നത്. ഇപ്പം നമ്മൾ തമാശക്ക് ചില കാര്യങ്ങൾ പറയുകയാണെങ്കിലും അവരെങ്ങനെ ബാധിക്കാൻ നമ്മൾ പൊതുവെ എല്ലാവരും ആലോചിക്കില്ല. ചില കാര്യങ്ങൾ പറഞ്ഞാൽ അവരാ ഒരു എഫക്ട് എനിക്കൊന്നും പല പേഴ്സണലി വരെ ഇപ്പം ഒരു അങ്ങനത്തെ ടേമുകൾ ഇപ്പോൾ തന്തവൈബ് മാറ്റിയെടുത്താൽ ഇപ്പം ഈ നമ്മളിപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് സർക്കിൾ പൊതുവെ നമ്മൾ ആരെങ്കിലും തളർത്താൻ പൊതുവെ എൻ്റെ നീ തളർത്താൻ നമ്മൾ ആദ്യം പറയല് ഈ ഒരു അമ്മായിയാണ് പറയും. അങ്ങനെ ടേം പൊതുവെ ഉപയോഗിക്കില്ല. നമ്മളിടയിൽ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ പക്ഷെ അതിന് യൂസ് ചെയ്യുന്ന ഒരു രീതി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ അത് തന്തവൈബ് എന്ന് പറയുമ്പോൾ നമ്മളതൊരു കോമഡി ഫൺ മാനർ, ജസ്റ്റ് ഒരു ഫൺ മാനർ നമ്മൾ എടുക്കുന്നത്. എനിക്ക് തോന്നുന്ന എല്ലാവരും അങ്ങനെ എടുക്കും. പക്ഷെ 10% ഷുവറാണെന്ന് പറയാൻ പറ്റില്ല. നമ്മളിടയിൽ പോലും നമ്മൾ അങ്ങനെ ടേം യൂസ് ചെയ്യുമ്പോൾ ഒരാളങ്ങനെ മീൻ ചെയ്യുന്നതിന് ബേസിസിൽ ഇരിക്കും. ഞാനിപ്പോൾ എന്നോട് പറയുന്ന സമയത്ത് അപ്പോൾ അയാൾ കേൾക്കുന്ന ആളൊക്കെ അത് ഭയങ്കര ഹാർഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കോമഡിയിട്ട് പറഞ്ഞതായിരിക്കും. അങ്ങനെ ഒരു കേസ് ഉണ്ട്. എവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊക്കെ ചില സംഭവങ്ങൾ സംസാരിക്കാൻ നമ്മൾ പറയലുണ്ട്, നമ്മൾ പറയും ടോളന്നെ മാറും. ഒന്നായിട്ട് അങ്ങനെ പുള്ളിയാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അയാൾ അതെങ്ങനെ മീൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മള് മേ ബി അയാൾ പഠിച്ച അയാളെ എഡ്യൂക്കേഷൻ, അയാൾ എന്ത് ചെയ്യുന്നു, എന്ത് കാണുന്നു അയാൾക്ക് മനസ്സിലാവും. ചില ആൾക്കാർക്ക് ഓൾറെഡി ഒരു ബേസ് ഉണ്ടാവും എന്താണ് ആൾക്കാർ അങ്ങനെ പറഞ്ഞാലും ഓക്കെ ഇതിന് മീനിങ് ഇന്നതാണ്. പിന്നെ അയാളുടെ ആരത് പറഞ്ഞ എഫക്ട് ചെയ്യില്ല. അല്ല ഇത് ഞാൻ പറഞ്ഞ അത് മാത്രമല്ല, ഇപ്പം നമ്മളിപ്പം പെൺകുട്ടികളെ പൊതുവേ ഇത് ഇപ്പോൾ തന്തവൈബിനായിട്ട് മുമ്പ് വന്ന സംഭവമാണ് അമ്മായി ടൈപ്പ്. അമ്മായി ചെറിയൊരു അമ്മായി ടൈപ്പാണ്. അത് ഞാൻ വരെ പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷെ അത് ചില ആൾ മുഖത്ത് കാണും മനസ്സിലാവും, അത് അവർക്ക് അത്ര ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ അത് പറയുമ്പോൾ സിറ്റുവേഷൻ നോക്കാതെ പറയുകയാണെങ്കിലും ഇപ്പോൾ പെൺകുട്ടികളെ പൊതുവെ അങ്ങനെ വിളിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. അങ്ങനെ ആൺകുട്ടികളെ എഫക്റ്റ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ച് എന്താണ് പൊതുവെ അതിപ്പോൾ ഈ വിഷയം ടോപ്പിക് വരാണെങ്കിലും ഈ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത് അത് നല്ലതാണോ എന്നുള്ള സംഭവം പലപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നിയിട്ടുള്ളത് അത് നല്ലതല്ല, അത്ര നല്ലൊരു പരിപാടിയല്ല. കാരണം അത് ഒരിക്കലും നമുക്ക് മനസ്സിലാവില്ല അയാൾ അതെങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നോർമലി ജനറലി അതൊരു നല്ലൊരു സംഭവം അല്ല. എനിക്ക് തോന്നുന്നു ഇപ്പോ മറ്റേ ഗവൺമെന്റ് ഓഫീസിൽ ആരോ റീലെടുത്ത കേസ് അല്ല, അവിടെ അത് മീൻ ചെയ്യണത് ഇങ്ങനെ ഒരു പുതിയ പ്രോഗ്രസീവ് സാധനം. അപ്പോൾ കാലം മാറുമ്പോൾ ഒബിയസ്ലി ഇപ്പൊ റീൽ എടുക്കാതൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ എൻജോയ് ചെയ്യുന്നത് നമ്മുടെ അവർ ഫണ്ണായിട്ടൊരു റീൽ എടുത്താണ് ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച്. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് ഓക്കെ അത് പുതിയ തലമുറ ചെയ്യുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ പണ്ട് കാലത്ത് ടെക്നോളജീസ് മാറി, നമ്മളത് അഡാപ്റ്റ് ചെയ്തു. നമ്മൾ മനുഷ്യരാണ്, അഡാപ്റ്റ് ചെയ്ത് മാറി അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും ബെസ്റ്റ്. അവിടെ സംസാരിക്കുന്ന വേർഡ് അവർ യൂസ് ചെയ്തു. എനിക്ക് തോന്നുന്നു ചില മീഡിയാസ് അങ്ങനെ മാർക്കറ്റ് ചെയ്തു. അപ്പോൾ അവിടെ അവർ യൂസ് ചെയ്തു. ഓക്കെ മോഡേൺ ആയിട്ടുള്ള പുതിയ ജനറേഷൻസ് കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ അഡാപ്റ്റ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു തലമുറ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നുള്ളൊരു തെളിവാണ് അതൊക്കെ. അതിന് രണ്ട് ഭാഗം വരുന്നു. ഒബ്വിയസ്ലി എല്ലാത്തിനും രണ്ട് ആർഗ്യുമെന്റ്സ് ഉണ്ടാവും. അവസാനമാണ് ഒരു ഫൈനൽ പോയിന്റ്സ് എത്തുക. അതെല്ലാവർക്കും ഒരേ ആയിരിക്കണം എന്നില്ല റിസൾട്ട് എന്നുള്ളത്. പറഞ്ഞതാണ് അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ. ഇപ്പൊ പറഞ്ഞ ജെൻസി 90 കിഡ്സ് 2000 ആ ഒരു തന്നെ 2000 മുമ്പും 2000 ശേഷം ആ ഒരു ടേമാണ്. പക്ഷെ ഇക്കൊന്നിപ്പോ ഓരോ വർഷത്തിനനുസരിച്ച് ആ ടൈപ്പ് ജെൻസി ടൈപ്പ് മാറിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് മാറ്റങ്ങൾ വരല്ലേ. ഇപ്പൊ ഈ കണ്ടെന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഈ ഒരു 2000 മുമ്പുള്ള ചേഞ്ച് എടുത്താല് നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ കേട്ടറിഞ്ഞിടത്തോളം 2000 മുമ്പ് അത്ര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചുകളില്ല. പക്ഷെ 2000 ശേഷം ജനിച്ചോലൊക്കെ പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊക്കെ ജനിച്ചതിന് ശേഷം നമ്മള് ഒന്നും ഇല്ലാത്തൊരവസ്ഥയും കണ്ടിട്ടുണ്ട്, പോലും ഇല്ലാത്ത അവസ്ഥ. ഇപ്പൊ നേരെ കയ്യിൽ നമുക്ക് ഒരു ദിവസം 1.5 GB ഡാറ്റ തികയാത്തൊരവസ്ഥയിലേക്ക് വരെ എത്തി. അപ്പോ അത്രയും ഡ്രാസ്റ്റിക് ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാന് പണ്ടുള്ളവര് റെഡി ആയിരിക്കില്ല. ഇത്ര ഡ്രാസ്റ്റിക് ചേഞ്ചസ് കണ്ടിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഇപ്പം ഈ ടോട്ടാലിറ്റിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനത്തെ വാക്കുകൾ പൊതുവെ നമ്മൾ നോക്കി കണ്ട് ഉപയോഗിക്കുക എന്നുള്ളേ പറയാൻ പറ്റുള്ളൂ. അത് ജനറലി അത് അങ്ങനത്തെ സംഭവങ്ങൾ ഒഴിവാക്കുക. നമ്മള് ഉദ്ദേശിച്ചത് എന്താണോ അത് കറക്റ്റ് മീൻ ചെയ്യുന്ന കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന നല്ലതാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അതാണ്. പിന്നെ കുറെ കൂടിയൊക്കെ ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ ഒരു രീതിയിൽ മറ്റൊരു രീതിയിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് നമ്മൾ എന്ത് കാണുന്നു അത് പല സോഷ്യൽ മീഡിയയിലും. അപ്പൊ നമ്മള് ഇൻസ്റ്റയിൽ റീല് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവില്ല റീൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ജസ്റ്റ് ഒരു ഷോർട്ട് റീലായിരിക്കും. അയാൾ കാണിക്കുന്നുണ്ടെങ്കിൽ ആക്ഷൻസോ അയാൾ പറയുന്നത് കുറിച്ച് നമ്മള് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ അപ്പൊ ചിന്തിക്കുന്നുണ്ടാവില്ല. പക്ഷെ അകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് റീല് കാണുമ്പോൾ നമ്മൾ അറിയുന്ന പോലും ഇല്ല നമ്മുടെ സമയം പോകുന്നത്.
കുറേ സമയം പോകും. അപ്പൊ നമ്മള് ഇതിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഭയങ്കര വേഴ്സറ്റൈൽ ആയിട്ടുള്ള കോണ്ടന്റ്സ് ആകാം. അൽഗോരിതം എന്താണോ നമ്മളെ അതിന് കിട്ടിയ ഫീഡ് അനുസരിച്ച് അത് മനസ്സിലാക്കി അതിങ്ങനെ റീൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ട്രെയിൻ ചെയ്യണം. ഇപ്പൊ നമ്മള് ML പറയുമ്പോ മോഡൽസ് ട്രെയിൻ ചെയ്യുന്ന പറഞ്ഞ പോലെ മനുഷ്യന് അങ്ങനെയാണ് എന്ത് കിട്ടുന്നത് അതിനനുസരിച്ച്. നമ്മള് ജനിക്കുന്ന സമയത്ത് ഒരു ക്ലീൻ സ്ലേറ്റ് ആണ്, നമ്മൾ ഓരോരുത്തർ ഏരിയ അനുസരിച്ചാണ് നമ്മൾ വളർന്നു വന്നത്. സോ ഇതേപോലെ തന്നെ ഈ ഇൻഫ്ലുവൻസസ് ഓരോന്ന് പറയുന്നു. നമ്മള് ആദ്യം നമ്മള് എക്സ്റ്റേണലി നമ്മൾ ചിലപ്പോൾ റിപ്പൽ ഇങ്ങനെ പറയും അത് ശരിയല്ലല്ലോ അങ്ങനെ സംഭവിച്ചില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് പലപ്പോഴും തോന്നിയില്ല, നമ്മുടെ ഉള്ളിലുണ്ടാവും ശരിയാണ് എങ്ങനെ ആയാലും അത് ചെയ്താലോ ബിരിയാണി കിട്ടിയാലോ അങ്ങനത്തെ സംഭവങ്ങൾ നമുക്ക് കുറെ ഉണ്ടാവുന്നതാണ്. അപ്പോ ഏറെക്കുറെ എന്ത് കാണുന്നു, നമ്മൾ എന്ത് കാണുന്നു, എന്ത് വായിക്കുന്നു, ഇതിനൊക്കെ ഒരു ആകത്തുകയായിരിക്കും നമ്മള്. അതിലും പറയുമ്പോഴാണ് മറ്റേ ഈ ഇതിന്റെയൊക്കെ നമ്മളെ ഒരു ബിറ്റ്കോയിൻ ഒരു പോയിന്റില് ഫോർ എക്സാമ്പിൾ ആലോചിച്ചോളൂ, നമ്മൾ ഇരുന്ന് സംസാരിച്ചപ്പോ തന്നെ ഓക്കെ ഇതിന്റെ പ്രശ്നങ്ങളും ഇത് എത്ര മോശപ്പെട്ടതെന്നല്ല അത്ര ലെജിറ്റ് അല്ല എന്നുള്ള രീതിയിൽ സംസാരം വന്നത് പോലും ഒരു പോയിന്റ് ടൈമില് എനിക്കും ഒരു തോട്ട് വന്നു. ഞാനവരെ ചെയ്ത് നോക്കിയാലോ 4 പോയിന്റ് കിട്ടിയ. അതാണ് ഇൻഫ്ലുവൻസിന്റെ പ്രത്യേകത. ഒരു പോയിന്റില് കംപ്ലീറ്റ് നമ്മൾ നിൽക്കുന്ന ആ ഒരു സോഷ്യൽ സെനാരിയോയിൽ അല്ലെങ്കിൽ അന്യോന്യത്തിലുള്ള എല്ലാവരും ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ കാണുമ്പോൾ വിചാരിക്കാം എല്ലാവരും ചെയ്യുന്നത്. അതിന്റെ പ്രൊമോട്ടേഴ്സ് അങ്ങനെ കാണിക്കുമ്പോൾ മേ ബി അവര് പ്രൊമോട്ടേഴ്സ് അവർ പൈസ ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മളൊന്ന് ചിന്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ അങ്ങനെ ഒരു ജഡ്ജ്മെന്റൽ സാധനങ്ങളിലെത്തും. പിന്നെ ജലസാവും മറ്റവനത് കിട്ടുമ്പോ നല്ല അതിന് റീസൺ എന്ന് വെച്ചാല് കുറെ മുമ്പ് MRF സ്റ്റോക്ക് വാങ്ങിയിട്ട് പണ്ട് LH വാങ്ങി വെച്ചിട്ട് സ്റ്റോക്ക് മാർക്കറ്റിന് എന്തോ ഒരു ഇവന്റ് ഒന്നും നടത്തുമ്പോഴാണ് ആൾ വിളിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഷോ ആണ്, CNN ആണോ ഏത് ചാനലിന് അറിയില്ല, ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഷോ ആണ്. അത് ഇപ്പോഴും ഉണ്ടെന്നുണ്ട് ആ ഷോ. അപ്പൊ അതില് ഈ ഷോ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇയാൾ വിളിച്ചിട്ട് പിന്നെ എന്നെ ഇന്നൊരു സംഭവം പേപ്പർ കിട്ടി. അപ്പൊ അതേപോലെ ഈ സാധനം ഇപ്പൊ കളിച്ചാല് പണ്ട് വാങ്ങി വെച്ചതല്ലേ ഇപ്പൊ അതുകൊണ്ട് കാര്യം തോന്നുന്നില്ലേ? അങ്ങനെന്തോ ഞാൻ കേട്ടു. ഇപ്പൊ ഇനി അത് കിട്ടിയ കാര്യമില്ല എന്തോ ഞാൻ എവിടെ എനിക്കറിയില്ല, പറ്റണല്ലോ. അല്ലാതെ കറക്റ്റ് ആണോ എനിക്കറിയില്ല, അത് എവിടെയോ കറക്റ്റ് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അറിഞ്ഞത് ആരോ എന്നോട് ഇതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ആരോ സംസാരത്തിൽ പറഞ്ഞതാ. സെബി ഈ പറഞ്ഞ എന്താ പറയാ ഫണ്ടിൽ ഇങ്ങനെ പണ്ട് കാലത്തിലായിരുന്ന സംഭവം ക്ലൈം ചെയ്യാനുള്ള ഒരു ടൈം ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ടൈം ലൈൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴുള്ള ഈ അസറ്റ്സ് ഒക്കെ സെബിന്റെ ഉണ്ടല്ലോ, അങ്ങനെ ഏതൊരു ബോഡിയാണ് ഇപ്പൊ മാനേജ് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള ഫണ്ട് യൂസ് ചെയ്തിട്ടാണ് ഇതിന്റെ അവയർനെസ് സെബി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ കേട്ടത് കറക്റ്റ് ആണെന്ന് എനിക്ക് അറിയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. അതുപോലെ പണ്ട് പറയണ സംഭവം ഉണ്ടല്ലോ, 10,000 ബിറ്റ്കോയിൻ കൊടുത്തിട്ട് 2 പിസ്സ വാങ്ങിയ. ശരിയാണ്. ഇപ്പൊ സംഭവം ഉള്ളതാണ്. ഇപ്പൊ നമ്മള് ലോവർ വാല്യൂ ഉള്ള സമയത്ത് അത് വാങ്ങുക, പിന്നെ അതിന്റെ വാല്യൂ കൂടുമ്പോൾ അത് വാങ്ങാമല്ലോ. പക്ഷെ ഇതിനൊക്കെ ബേസ് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനത്തിന് വാല്യൂ കൂടാ അതിന്റെ സർട്ടൻ പ്രിൻസിപ്പിൾസ് വേണം. അതൊരു സാധനം വെറുതെ വാല്യൂ ഇല്ലല്ലോ. ഇപ്പൊ ടാറ്റന്റെ സ്റ്റോക്സോ ഏത് നിങ്ങൾ കമ്പനിയുടെ സ്റ്റോക്സ് നോക്കിയാലും ആ കമ്പനി വെറുതെ വാങ്ങിയിട്ട് നാളെ വെറുതെ കൂടിയതല്ല. അതിലുള്ള കമ്പനീസ് വർക്ക് ചെയ്തിട്ടുണ്ട്, ആ സമയത്ത് അവരെ ഫണ്ടമെന്റൽസ് ബെറ്റർ ആയിരുന്നു. അങ്ങനത്തെ കുറെ ആസ്പെക്ട് ഉണ്ട് ഇതിന്. അപ്പൊ അത് ബേസ് ചെയ്തിട്ടാണ് പലപ്പോഴും ഇതിന്റെ വാല്യൂ കൂടുന്നത്. അല്ലാതെ ജനറലി എന്ന് പറഞ്ഞ പോലെ രാത്രി ഉറങ്ങി രാവിലെ വെറുതെ കൂടി അത് ആ ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കും. അതുകൊണ്ട് ഈ ആംസ്റ്റർ കോയിനൊക്കെ ഭയങ്കര ഫേമസ് ആണ്. കാരണം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആണ് ഇതിനൊക്കെ റീസൺ ആയിട്ടുള്ളത്. സോഷ്യൽ ഇൻഫ്ലുവൻസിന്റെ ഭാഗമായിട്ട് ഇപ്പൊ എന്ത് സാധനം വരികയാണെങ്കിലും ആ സാധനങ്ങൾ ഒന്ന് വാങ്ങി വെക്കും. പണ്ട് നമ്മൾ TV ആഡ്സിൽ കണ്ടപ്പോൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിലേക്ക് വന്നുള്ളൂ. പല ഇൻഫ്ലുവൻസേഴ്സും അവർ ബോധേഡല്ല, അവർക്ക് അറിയുന്നില്ല അവര് ഇത്രയും വലിയൊരു ഒരു കാര്യം ചെയ്തുകൊണ്ട് ഇത്രയും ആൾക്കാർ പാർഷ്യലി ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. അപ്പൊ അവർ ആ റെസ്പോൺസിബിലിറ്റി അവർക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ചെയ്യുന്ന ഓരോ ആക്ഷൻസ്, ഞാൻ ഷെയർ ചെയ്യുന്ന ഓരോ പോസ്റ്റ് ഇത്ര ആൾക്കാർ മേ ബി അത് ഫോളോ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടെന്ന് അവർക്ക് ആ ഒരു ഇപ്പൊ കുറഞ്ഞ യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസും മാത്രമേ അതിന് ബോധമുള്ളൂ. ഒരു സോഷ്യൽ വാല്യൂ അതിന് കാണിക്കാനുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഏറ്റവും വലിയ എക്സാമ്പിൾ പറഞ്ഞാല് ഈ സെബി ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവയർനെസ് കൊടുത്തിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ട്രേഡിങ്ങിന്റെ ബിനോമോ, IQ ഓപ്ഷൻസ് ഒക്കെ പോലെയുള്ള അതൊക്കെ ഇന്നും യൂട്യൂബേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഒരു വീഡിയോയില് ഇത്ര 30 സെക്കൻഡ്സ് എന്താണ്ട് വീഡിയോ പ്ലേ ചെയ്യണതിന് സബ്സ്ക്രൈബേഴ്സ് അനുസരിച്ച് ഒരു ആവറേജ് യൂട്യൂബർക്ക് 50,000 to 1 lakh rupees ആണ് പെർ വീഡിയോ കിട്ടുന്നത്. അതിൽ കൂടുതൽ കിട്ടണമെങ്കിൽ ഉണ്ടാവാം. ഈ പൈസക്കും വേണ്ടി
ഈ ആപ്പുകളൊക്കെ യൂസ് ചെയ്യുന്ന പോലെ എത്രത്തോളം ഫണ്ട് പോയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് കറക്റ്റ് അറിയില്ല. എന്റെ ഒരു അഭിപ്രായത്തില് 99% ആൾക്കാർ വലിയ ഫണ്ട് കളഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഒരു പൈസക്ക് വേണ്ടി ഒരു സോഷ്യൽ വാല്യൂ ഇല്ലാതെ അങ്ങനെ ചെയ്യണ അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ഒരു അഭിപ്രായം കുറെ കൂടെ ഇങ്ങനത്തെ സംഭവങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ കോമൺ സെൻസ് ചിന്തിച്ചാൽ തന്നെ കുറെ കൂടെ മനസ്സിലാവും. ഇപ്പൊ ഞാൻ യൂട്യൂബിലെ കണ്ടിട്ടുണ്ട് കുറെ ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നത് വിമാനം നിൽക്കുമ്പോ ആ 3x 4x. അപ്പൊ നമുക്കൊരു കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ അത് അറിയാവുന്ന സംഭവം. അപ്പൊ ബെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെന്താ, പിന്നെ അത് നടത്താൻ പറഞ്ഞ പോലെ ഞാന് ഇപ്പൊ അടുത്ത് എവിടെ ഒന്ന് കണ്ടത് വായിച്ചത് എന്താണ്, ഈ ബെറ്റിങ് പൈസ വെച്ചുള്ള ബെറ്റിങ് ഓൺലൈനിൽ ചെയ്താൽ കുഴപ്പമില്ല. കാരണം ഇന്ത്യൻ ഗവൺമെന്റിന് 30% ടാക്സ് കിട്ടും. ഈ സംഭവം ഒരു ഉത്സവ പറമ്പില് രാത്രി വിളക്ക് കത്തി വെച്ച് ചീട്ട് കളിച്ചു നോക്കട്ടെ, അപ്പൊ വരും. അതൊരു പാരഡോക്സ് തന്നെ, ഒരു വിരോധാഭാസം. ഗവൺമെന്റിന് 30% ടാക്സ് കിട്ടുന്നെങ്കിൽ എന്തും ലീഗലാണ് എന്നാണ് അവിടെ. അല്ല, ഇപ്പോ ഈ ഇൻഫ്ലുവൻസിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇവരടുത്ത് ഇതൊക്കെ ഓരോ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇൻഫ്ലുവൻസിലേക്ക് എത്തിപ്പെടുന്ന സംഭവം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് സംഭവിച്ചാണ് നമ്മുടെ സഞ്ജു ടെക്കിന്റെ സിമ്മിമുള്ളൊരു കണക്കുണ്ടാവും. അപ്പോ ഇതെന്താ വെച്ചാല് വ്യൂവേഴ്സിന് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുന്ന ലെവലിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് ബാഡ് ആയാലും ഇതായാലും അവർ ചെയ്യുന്ന ഇൻഫ്ലുവൻസ് ചെയ്യാന്നുള്ളത്. അപ്പം ഇതിപ്പോ എന്താ വെച്ചാൽ ആളുകൾ വ്യൂസ് കിട്ടാൻ വേണ്ടി ഇപ്പൊ ഇവർക്ക് ഉദാഹരണമായിട്ട് ഈ വീഡിയോ ഇട്ടതിന് ശേഷം അതിനുശേഷം വീട് എന്താ വെച്ചാൽ ഇവിടുത്തെ MVD-നെ അല്ലെങ്കിൽ പോലീസിനെ ആ കുറ്റം റീച്ച് ഉണ്ടാക്കി ഞാൻ 10 ലക്ഷം മുടക്കിയ പോലും കിട്ടാത്ത പബ്ലിസിറ്റി പറഞ്ഞിട്ട്. അല്ല, കുറെ ആസ്പെക്ട് ഇപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് ഇതിലൊരു വേറൊരു സൈഡ് ഉണ്ട്. ഇപ്പൊ നമ്മളിങ്ങനെ ഈ സംഭവം ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ, തെറ്റും ശരി എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണല്ലോ. അപ്പൊ ഒരാളെ ഇപ്പൊ സഞ്ജുടെക്കിന് കേസ് പറയുകയാണെങ്കിൽ ഇങ്ങനെ എനിക്കല്ല അറിയുന്നതായിരിക്കാം, പക്ഷെ എനിക്കിപ്പോൾ തോന്നിയൊരു തോട്ടം. അപ്പോൾ എന്ത് സംഭവമാണെങ്കിലും അത് തെറ്റാണത് എങ്ങനെ ചെയ്യണം നമ്മൾ ആളെ പഠിപ്പിക്കണം. ഇപ്പോൾ നമ്മളെ ഈ ഡ്രൈവിങ്ങിന്റെ ലൈസൻസിന്റെ കേസ് പറയുകയാണെങ്കിലും നമ്മൾ കറക്റ്റ് നമ്മൾ പഠിപ്പിച്ചിട്ടാണോ ആ ലൈസൻസ് പോകുന്നത് വലിയൊരു ചോദ്യമാണ്. അതുപോലെ അയാൾക്ക് കറക്റ്റ് സാധനങ്ങൾ ഇപ്പോൾ ഒരാളിൽ കറക്റ്റ് നിയമങ്ങളിലുള്ള ഒരു ടെസ്റ്റോ കറക്റ്റ് കാര്യങ്ങളോ അയാൾ പാസ്സാവാതെ തന്നെ അയാൾക്ക് ലൈസൻസ് കൊടുത്തിട്ട് പിന്നെ അയാൾ തെറ്റ് ചെയ്യുമ്പോൾ അയാൾ മാത്രം തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതൊരു സിസ്റ്റത്തിന്റെയും കൂടി ഒരു കേസ് പറയുമ്പോൾ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ ഒരു ഇതിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടി വരികയാണ്. അതായത് പുതിയ ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യാൻ സൊസൈറ്റി റെഡിയല്ല. ഓക്കെ, ഈ നമ്മളെ കേരളത്തിൽ ഇപ്പോ അടുത്ത് ഗണേഷ് കുമാർ ചേഞ്ച് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ലൈസൻസിന്റെ ടെസ്റ്റിന്റെ രീതികൾ മാറ്റുക, ഇന്ന ഭയങ്കര സ്ട്രോങ് ആക്കുക എന്ന് പറഞ്ഞപ്പോ എതിർക്കാണ്. ന്യൂസ് ചാനലുകൾ ഒരു പോയിന്റില് ഫസ്റ്റില് ന്യൂസ് ചാനലുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്തു, ഒരു മീഡിയ ടീം ഇതിനെ സപ്പോർട്ട് ചെയ്തു. പിന്നീട് ഈ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻസ് സമരമായിട്ട് വന്നപ്പോ ഒരു നേരെ ഉൾട്ടടിച്ചിട്ടുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോ ഒരാളുടെ ഒരു പുതിയ സാധനം കൊണ്ടുവരുമ്പോൾ നമ്മൾ പഠിക്കണം, അതിനെന്തെങ്കിലും മിസ്റ്റേക്സിന് വരും. അല്ലാതെ ആ ഐഡിയനെ ഡിഫെൻഡ് ചെയ്യൽ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ബേസിക്കലി നമ്മൾ ഇങ്ങനെ പറയാം, ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞ പോലത്തെ പരിപാടികളോ. ഓക്കെ, ഈ ഐഡിയ കൊള്ളാം, പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇന്ന പ്രശ്നങ്ങളുണ്ട്. അത് ഒരു നല്ല കാര്യമാണ്. അപ്പോഴാണ് ബെറ്റർ ആയിട്ടുള്ള സാധനങ്ങൾ വരിക പലപ്പോഴും. പക്ഷെ ഈ ഇതിന്റെ നമ്മൾ അങ്ങനെ പുതിയൊരു സിസ്റ്റം കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറെ ആൾക്കാർ അപ്പൊ ചെയ്തുകൊണ്ട് തന്നതാ. അപ്പൊ നമ്മുടെ ന്യൂസിൽ ഗവൺമെന്റ് ന്യൂസിൽ കണ്ടത് ലൈസൻസ് എടുക്കാൻ ഭയങ്കര തിരക്ക്. അപ്പൊ അതിനൊക്കെ ഒരു വിരോധാഭാസം ആലോചിക്കാൻ മതി. ഇപ്പൊ ആൾക്കാർക്ക് ഡ്രൈവിംഗ് പഠിക്കല്ല, ലൈസൻസ് കിട്ടണം. പക്ഷെ ഇതിലുള്ള ഏറ്റവും വലിയ രസം എന്താ വെച്ചാല് ഇവിടെ ഇങ്ങനെ തട്ടിമുട്ടി ലൈസൻസ് എടുക്കുന്ന ആൾക്കാര് ദുബായിലോ അല്ലെങ്കിൽ സൗദിയിലോ പോയാൽ ഇവിടുത്തെ ടോപ്പ് ടെസ്റ്റ് പാസ്സായാലോ ലൈസൻസ് കിട്ടും. ഇവര് ഏറ്റവും വലിയ എക്സാമ്പിൾ സന്തോഷ് ജോർജുകളങ്ങനെ ഏതൊരു വീഡിയോയിൽ ഒന്ന് പറയണമെങ്കിൽ കേട്ടു, നിങ്ങൾക്ക് എവിടെ താമസിക്കാൻ ഇഷ്ടം, ഇവിടെ ഇവിടെ വരയ്ക്കണവര്. ശരിയാണ്. അല്ല, ഇവരെന്നെ പറയും ചെയ്തു, ഞാൻ ദുബായിൽ പോയി അത്ര വലിയ ടെസ്റ്റ് പാസ്സായിട്ട് അവിടെ ലൈസൻസ് എടുത്ത് എനിക്ക് ദുബായ് ലൈസൻസ് ഉണ്ടെന്നുള്ള വലിയ സംഭവമാക്കി ലൈസൻസിന്റെ ഹോൾഡേഴ്സ് പറയും. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ടെസ്റ്റ് കൊണ്ടുവരാൻ റെഡിയല്ല. അത് ശരിയാണ്. ഇപ്പോ ഈ പറഞ്ഞായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ ഇപ്പൊ നമ്മൾ മലപ്പുറത്തുള്ള അപ്പൊ നമ്മളൊക്കെ അവിടെയൊക്കെ കുറെ ആൾക്കാർ കുറെ ആൾക്കാരും നമ്മളൊരു ആൾക്കാരെ എടുക്കണമെങ്കിൽ ആരെങ്കിലും ഒരാളൊക്കെ പോയ ആൾക്കാരോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആൾക്കാരോ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. എന്താ ഇവിടെ ട്രാഫിക് എന്താ പറയാ ഡ്രൈവ് ചെയ്യും, ആരെ ലൈൻ കീപ്പ് ചെയ്യും, ആരതൊക്കെ നോക്കുന്നത്. പക്ഷെ അവിടെ അറിയാത്തോണ്ടല്ലോ ഇതൊക്കെ എൻവയോൺമെന്റ്സ് ആണ് നമ്മളെ പുഷ് ചെയ്യുന്നത്. പിന്നെ അവർ പറഞ്ഞു ചില സമയങ്ങളിൽ നമ്മളുടെ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ലൈൻ ഡിസിപ്ലിൻ കീപ്പ് ചെയ്തിട്ട് വൃത്തിക്ക് പോകുകയാണെങ്കിൽ പോലും നമുക്ക് ഇത് സഹിക്കൂല, നമ്മളെ അനുവദിക്കൂല.
ഇങ്ങനെ ഹോൺ അടിച്ച് വെറുപ്പിച്ച് എങ്ങനെങ്കിലും എന്നെ ഫോഴ്സ് ചെയ്ത് ഓരോ രീതിയിലോട്ട് ആക്കണം. അത് വലിയൊരു പ്രശ്നം. അപ്പം ഇപ്പോൾ എൻ്റെ താത്തൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ചില സമയത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഓബിയസ്ലി നമ്മൾ ഇനീഷ്യലൊക്കെ ഡ്രൈവ് ഇപ്പോൾ പേടിണ്ടാവും. എനിക്കൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹെവി വെഹിക്കിൾസ് ഒക്കെ വരുമ്പോൾ പണ്ടാറ നമ്മുടെ അടുത്തേക്ക് വരും എന്നുള്ള ചെറിയൊരു ഭയമൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ അത് ഓടിച്ച് പോവേ കാര്യം. അപ്പോൾ ഓവർടേക്ക് ചെയ്യാൻ ചെറിയൊരു പേടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബാക്കിൽ അറിയാൻ തുടങ്ങും. അത് നിവൃത്തിയിട്ട് ചില നിവൃത്തി കെട്ടിട്ട് ഞാനും നിവൃത്തി എനിക്ക് പലപ്പോഴും എൻ്റെ എക്സ്പീരിയൻസ് ആണത്. പലപ്പോഴും നിവൃത്തി കെട്ടിട്ട് ചിലപ്പോൾ സൈഡാക്കാൻ സ്ഥലമൊന്നുമില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഓവർടേക്ക് ചെയ്താൽ നമുക്ക് നിവൃത്തില്ല. അത് സഹിക്കാൻ കഴിയണ്ടേ? ഇതേ അവസ്ഥയാണ് കോഴിക്കോട് ടൗണിൽ പോയി കഴിഞ്ഞാൽ ബൈക്കിലാണെങ്കിൽ പറയും വേണ്ട. സിറ്റി ബസ്സിൻ്റെ ഒരു സ്വഭാവം ഉണ്ട്. എയർ ഹോൺ നിരോധിച്ചുകൊണ്ട് ആ വലിയ സൗണ്ട് ഉണ്ടാവില്ല. എന്നാലോ ഇലക്ട്രിക് ഹോണിൽ ഡബിൾ കയറ്റിട്ട് ഏതാണ്ട് എയർ ഹോണിൻ്റെ അതേ സൗണ്ട് ഉണ്ടാവും. ഇവന്മാർ വന്നിട്ട് ബൈക്കിൽ നമ്മളിങ്ങനെ സുഖമായിട്ട് പോയിരിക്കും. ഇവര് ബാക്ക് വന്നിട്ട് ദൂരത്തുനിന്ന് ഹോൺ അടിച്ച് തരില്ല, തൊട്ടടുത്ത് ഒറ്റ അടിയാ ഹോൺ അടിച്ചിട്ട് ചെവി അടിച്ചു പോകും. പറഞ്ഞുകൊണ്ട് വിഷയം ശരി തെന്നി പറയും. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ തിരിച്ചു വരാം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം എന്തേനും ഇപ്പം നമ്മൾ കുറേ മുമ്പ് കുറേ പ്രൊഡക്റ്റുകളെ കുറിച്ച് ഇപ്പോൾ കുറേ പ്രൊഡക്റ്റുകളുണ്ട്. ഇപ്പം ബ്രിട്ടീഷ് ക്രീം, പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞ കുറേ സാധനങ്ങൾ, ഓൺലൈൻ വർക്ക് ഫ്രം ഹോം പരിപാടികൾ. അപ്പോൾ ഇങ്ങനത്തെ കുറേ സോഷ്യൽ മീഡിയയിൽ കിടന്നു കളിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇതേപോലെ ഓരോ പ്രൊഡക്റ്റുകൾ പറഞ്ഞിട്ട് ഇതാണ് വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഇവരെ കുറിച്ച് റിസർച്ച് കൂടി ചെയ്യാതെ ഈ പ്രൊഡക്റ്റ് ഇപ്പം ഉദാഹരണമായിട്ട് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഫേസിനനുസരിച്ച് ഓരോ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ അവരുടെ ഫേസ് ഏതാ പറ്റുന്നത് എങ്ങനെ അതിനെക്കുറിച്ച് ഡിസ്ക്ലൈമർ കൂടി ഇത് പറയില്ല. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, അടിപൊളി സാധനമാണ്, നിങ്ങൾ വാങ്ങിക്കോളി, എൻ്റെ കൂപ്പൺ കോഡ് ഉപയോഗിക്കൂ, ഇതാണ് കൂപ്പൺ കോഡ് ഉപയോഗിക്കൂ. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് ഇപ്പം മാർക്കറ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാല് ഇപ്പോ കുറെ മുമ്പ് ഉള്ളൊരു വീഡിയോ ആണ്. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് ക്രീം, ഫേസ് വാഷ്, ഫേസ് സെറം, അതുപോലെ ഒരു 10-20 പ്രൊഡക്ട്സ് എങ്ങാനുണ്ട്. ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ഇവര് മാർക്കറ്റ് എല്ലാം സെയിം കമ്പനി. അത് കാണുമ്പോൾ തന്നെ അറിയാം സാധനം പ്രൊമോഷനാണ്. പക്ഷെ ഇത് പ്രൊമോഷനാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇൻഫ്ലുവൻസ് ആയി പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പോ ഇവരെ അന്ധമായിട്ട് ആരാധിക്കുന്ന എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഇവരെ പോലെ ആവണം, അല്ലെങ്കിൽ ആ ഒരു ഫെയർനെസ് എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഇതൊന്നും അറിയാതെ അത്രയും പൈസ കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങും. ഓക്കെ, കമ്പയർ ചെയ്യുന്നു കുറെ കൂടെ നമ്മൾ ഇൻസെക്യൂരിറ്റീസ് കറുത്ത അല്ലെങ്കിൽ വളരുന്നുണ്ട്, അല്ലെങ്കിൽ മുടി ഇങ്ങനെ കൊഴിയുന്നുണ്ട്, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ നമ്മളിത് കമ്പയർ ചെയ്യും. ഓക്കെ, ഇത് ഇത്ര ഉണ്ട്, യൂസ് ചെയ്താൽ അങ്ങനെയാണ് മനുഷ്യൻ കുറെ കൂടി അങ്ങനെയാണല്ലോ. അതേപോലെ ആവണം എന്നുള്ള കുറെ അപ്പൊ ഓക്കെ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് തന്നെ എവിടെന്നെങ്കിലും പൈസ കണ്ടെത്തിയത് വാങ്ങും. ആ ഒരു വലിയൊരു കോൺസെപ്റ്റാണ് ഈ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ഇൻഡസ്ട്രിന്ന് കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു ബേസ് പ്രിൻസിപ്പിൾ പുറത്ത് തന്നെ ഉണ്ടോ? എന്തിനാണ് ഇപ്പോ അല്ലെങ്കിൽ ഈ വലിയ സെലിബ്രിറ്റീസിനെ കൊണ്ട് പറഞ്ഞ പോലെ ആ അഡ്വർടൈസ് ചെയ്യുന്ന ആൾക്കാർ ലൈഫ് ടൈം പോലെ യൂസ് ചെയ്തിട്ടില്ല. ചില ആൾക്കാർ ഞാൻ കേട്ടിട്ടുണ്ട്, അതൊന്നും അത്ര 10% അഷ്യൂറായിട്ടില്ല. ചില സമയങ്ങളിൽ എവിടെയൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ചില സെലിബ്രിറ്റീസ് ഭയങ്കര സോഷ്യലി അങ്ങനെ ചിന്തിച്ചിട്ട് കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ പോലും നോക്കിയിട്ട് ഒരു അത് ചെയ്യാം. ചില ആൾക്കാർ ഓക്കെ ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്യാത്ത മനുഷ്യരുണ്ട് സെലിബ്രിറ്റീസിന്. ഇന്ന് തന്നെയുണ്ട് കുറെ സെലിബ്രിറ്റീസ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അത് ചെയ്യാം. നിങ്ങൾക്ക് തോന്നുന്നത് ഓക്കെ അവർ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്, അവർക്കൊരു വാല്യൂ ഉണ്ട്, അത് ചെയ്യാം. മാർക്കറ്റ് ചെയ്യാൻ തെറ്റിയാവും ഒരിക്കലും പറയില്ല. അത് അവരെ അത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മള് ഓക്കെ അങ്ങനെ ഒരു ബ്രാൻഡ് വാല്യൂ സെലിബ്രിറ്റി അങ്ങനെ ഒരു വാല്യൂ ഇല്ലാത്ത മനുഷ്യരൊക്കെ ചെയ്യാൻ വേണ്ടോ, വെറുതെ ഇരുന്നാൽ പോലും എന്തിനാണ് പൈസ ചെയ്യുന്നത്, അതൊന്നും ശരിയല്ല. അപ്പോൾ അവര് അത് ചെയ്യുന്നത്. പക്ഷെ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആവും ചെയ്യുന്ന കാര്യങ്ങളിൽ. റെസ്പോൺസിബിൾ ആ ഒരു സാധനം പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അയാളെ കൂടി റെസ്പോൺസിബിലിറ്റിയാണ്. അല്ല, അത് എനിക്കൊന്നും ഇപ്പം കുറെ മുമ്പ് ഇതേപോലെ മമ്മൂട്ടി ഏതോ ആഡ് ചെയ്ത സമയത്ത് കേസ് കൊടുത്തിട്ടുണ്ട് ഇതേമാതിരി ഇന്ദുലേഖയുടെ കേസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് TV ആഡ് സമയത്ത്. പക്ഷെ ഇപ്പോൾ കേസ് കൊടുക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള ഇൻഫ്ലുവൻസ് പെടാൻ ചാൻസ് കൂടുതൽ. കാരണം എല്ലാവരും സാധനം ഇപ്പം ജംഗിൾ റമ്മി, അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറെ ക്രീമി പ്രൊഡക്റ്റുകൾ, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഓൺലൈൻ ആ പരിപാടികൾ. ഈ 1xbet കേസ് പറയുമ്പോ പിന്നെ നമ്മളൊക്കെ റീല് കാണുമ്പോ റീലിന്റെ കോർണറിൽ ചെറിയൊരു ലോഗോ അങ്ങനെ കറങ്ങി കളിക്കില്ലേ? ഈ നമ്മളെ ഈ വലിയ സോഷ്യൽ ഈ ട്രോൾസ് പേജിൽ ഇപ്പൊ ചില പേജിലൊക്കെ ഞാൻ കണ്ടത് ഈ കണ്ടന്റ് കാണൂല, ഈ കളിക്കണാണ് കാണുക. അപ്പോ അതിന് വരെ പൈസ വന്നിട്ടുണ്ട്. അതാണ് അവരൊക്കെ ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും മാർക്കറ്റിംഗ് ചെലവഴിക്കുന്നുണ്ടാവുക. ഉറപ്പല്ലേ? അൺഎക്സ്പെക്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ അമ്മനെ ചിന്തിച്ചു എല്ലാ
എല്ലാം ടെംപ്ലേറ്റ് ഇവർക്ക് പ്രോഫിറ്റ് ഉണ്ടാവാൻ അപ്പൊ അതില് കളിക്കുന്ന ആർക്കും പൈസ കിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇത്രയും പൈസ കിട്ടിയിട്ടാണല്ലോ പ്രോഫിറ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെയാണ് ഇപ്പം നമുക്ക് ഇൻഫ്ലുവൻസ് എനിക്ക് തോന്നുന്നത് നമ്മള് ബാഡ് പറയുമ്പോ അതിനെ തന്നെ ഗുഡും പറയണം എന്ന് തോന്നുന്നു. ഗുഡ് ഇൻഫ്ലുവൻസ് അത് ഈ ഫുഡിന്റെ കേസ് അല്ലെങ്കിൽ ഈ പ്രൊഡക്ട്സിന്റെ കേസ് പറയുകയാണെങ്കിൽ ഫുഡ് ഫാം എന്ന് പറഞ്ഞൊരു ക്രിയേറ്റർ ഉണ്ട്. അവര് പ്രൊമോട്ട് ചെയ്യുന്ന മേജർ സാധനങ്ങൾ ഏത് ഫുഡ് നമ്മൾ ഇൻഗ്രീഡിയൻസ് വായിക്കും. പക്ഷെ ഫുഡ് മാർക്കറ്റ് ചെയ്യുന്നതല്ല, അവരൊക്കെ ചെയ്യുന്ന ഓരോ പ്രൊഡക്ട്സ്. ഈ ഹെൽത്തി ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് സീൽ ചെയ്ത പല സാധനങ്ങൾ ലേബിൾസ് ഹെൽത്ത് ഡ്രിങ്ക്സ് പറഞ്ഞിട്ട് ഹോർലിക്സ് പോലത്തെ കറക്റ്റ് ഏതാണെന്നല്ലേ ലേബൽ എനിക്കറിയില്ല. സോ ഹോർലിക്സ് ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൽ ഹെൽത്ത് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ചെയ്തിരുന്ന പല ഡ്രിങ്ക്സിലും അതൊരു പിന്നാലെ ഫുഡ് ക്രിയേറ്റർ കൂടി അവസാനം ആ ലേബൽ അവർക്ക് മാറ്റേണ്ടി വന്നു. ഹെൽത്ത് ഡ്രിങ്ക് അല്ല എന്നുള്ളത്. കാരണം അവര് ലേബൽ പടയുക എന്തോണം ആ ക്യാമ്പയിന്റെ പേര്. അപ്പൊ അവര് പ്രൊമോട്ട് ചെയ്യുന്ന സിമ്പിൾ സാധനത്തിലേ ഉള്ളൂ, എന്തുകൾ വാങ്ങിക്കുള്ളൂ, പക്ഷെ ലേബൽ വായിക്കുക, ലേബലിൽ ഇൻഗ്രീഡിയൻസ് വായിക്കുക, ആ എന്താന്ന് വായിച്ചിട്ട് മാത്രം വാങ്ങുക. അതല്ലാതെ അവർ ഇനീഷ്യലി കൊടുത്ത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്ത് ഓക്കെ ഇതിൽ നോ ഷുഗർ ആണ്, നോ സാധനങ്ങളാണ്, കുട്ടികൾക്ക് ബെസ്റ്റ് ആണ്, അങ്ങനെ എന്ന് പറയുകയാണെങ്കിൽ എടുക്കുക. ഇന്നൊക്കെ അത് വളരെ സിമ്പിൾ ആണ്. അത് നിങ്ങൾക്ക് ജസ്റ്റ് ChatGPT ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് ChatGPT അപ്ലോഡ് ചെയ്തിട്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് അത് തന്നെ ഗൈഡ്ലൈൻസ് തരും. അതല്ല ഓരോ ഇൻഗ്രീഡിയൻസും ജസ്റ്റ് എടുത്ത് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് വാട്ട് ഇറ്റ്സ് യൂസ്ഡ് ഫോർ എന്നൊക്കെ ജസ്റ്റ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിലി കിട്ടും. അപ്പൊ അത് ഭയങ്കര ആക്സസിബിൾ ആണ് ഇപ്പോൾ. പക്ഷെ എന്നാലും നമ്മൾ ചെയ്യുന്നില്ല. പക്ഷെ അവരെ പോലുള്ള ക്രിയേറ്റേഴ്സ് ഇത് ലൈറ്റൊക്കെ കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മളെ ഹെൽത്തി ആണ് വിചാരിച്ച് കഴിക്കുന്നത് പല സാധനങ്ങളും. ഇതേപോലെ അല്ല മറ്റേ ഇതില്ലേ ഈ പാലിന് ഒരു കുട്ടികൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ്. അത് ആ പേര് അത് ഓർമ്മ. അത് ആ പ്രൊഡക്റ്റ് പോലും ഇതേമാതിരി ഇഷ്യൂവിൽ പെട്ടിട്ട് ഷുഗർ മസാല ഐറ്റംസ്, അതായത് ഒരു കണ്ടന്റ് കുറവില്ല. ഒരു ഇതേമാതിരി ചെയ്യുന്ന ഒരു ക്രിയേറ്റർ മലയാളത്തിലൊരു ക്രിയേറ്റർ ഉണ്ട്, പേര് ഞാൻ ഓർക്കില്ല. അപ്പൊ അതിലെന്താ ശരി മലയാളത്തിൽ ഒരാളുണ്ട് അങ്ങനെ. എനിക്ക് തോന്നുന്നു ഇതിൽ ഇവര് ചെയ്യുന്നത് ശരി ഭയങ്കര ഒരു വിസിബിലിറ്റി കിട്ടിയത് ഈ ഫുഡ് ഫാമൊക്കെ എപ്പോഴും നല്ലത്. കാരണം ഇന്ത്യ തന്നെ വലിയ മാർക്കറ്റിൽ ഇപ്പൊ കുറെ പ്രൊഡക്റ്റിൽ വരികയാണ്. ഈ സോഷ്യൽ മീഡിയ വലിയൊരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് ഭയങ്കര കാരണം ആൾക്കാർ വെറുതെ റീൽ ഇങ്ങനത്തെ കാര്യങ്ങളോട് കാണട്ടെ, അതേപോലെ വേറൊരു എക്സാമ്പിൾ ആണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പൊ വന്ന ആ ഒരു പുഷ്. ആൾക്കാർ അത് രണ്ട് രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷെ അതിൽ പോസിറ്റീവ് ഇൻഫ്ലുവൻസ്. ഇപ്പൊ ഞാനൊക്കെ എപ്പോഴും ഉടനെ പറയുന്നത് കേരളത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ സമ്മതിക്കണം. കാരണം അങ്ങനെ ഒരാൾ അങ്ങനെ ഒരു സംഭവം ചെയ്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ പോലുള്ള ആൾക്കാർ വരെ ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ വെറിയിടാണ്. വെറുതെ ഇരിക്കുമ്പോ നമ്മളൊക്കെ സംസാരത്തിൽ വാങ്ങുന്നുണ്ടോ ഇല്ലെന്നല്ല, നമ്മൾ അവെയറാണ്. നാളെ ഒരു 10 രൂപ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു പൈസയെങ്കിലും ഈ സ്റ്റോക്കിലിട്ട് കഴിഞ്ഞാൽ നാളെ അത് ഒരു ഗ്രോത്ത് ഉണ്ടാവില്ലേ. അപ്പൊ ആ ഒരു അവയർനെസ് കൊണ്ടുവരുന്നത് ഭയങ്കര പ്ലസ്. അപ്പൊ ഞങ്ങളെപ്പോഴും പറയുന്നത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ പണ്ടത്തെ മനുഷ്യരൊക്കെ പൈസ ഉണ്ടാക്കാൻ പഠിച്ചു, എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിച്ചു, വളർത്താൻ പഠിച്ചില്ല. നമ്മള് ഓക്കെ പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പൈസ വെച്ചിട്ട് നമുക്ക് അത് ഗ്രോ ചെയ്യാന്നുള്ളത് അന്ന് ആൾക്കാർക്ക് ആ അവയർനെസ് ഉണ്ടെങ്കിൽ ഞാൻ പണ്ടും തോന്നുന്നു. പക്ഷെ അത് കറക്റ്റ് 100% അഷ്യൂർ അല്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വെസ്റ്റേഴ്സിന്റെ ഒക്കെ വീഡിയോസിൽ അവർ ഈ IT-ന്റെ ഒക്കെ ഈ എങ്ങനെ പൈസ ഉണ്ടാക്കാന്ന് പറയുന്ന വീഡിയോസിലൊക്കെ അവർ പറയുന്നതാണ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കുക, ഇൻവെസ്റ്റ് ചെയ്യും. അവരന്നേ പറയുന്നത്. അപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നുന്നത് അന്ന് അങ്ങനെ ഒരു ഡോക്മ പോലത്തെ സാധനം നമ്മളെ ഉള്ളിലുണ്ട്. ഓക്കെ സ്റ്റോക്ക് മാർക്കറ്റ് പൈസ ഇട്ടാ പൈസ പോകും. കാരണം ആദ്യം തന്നെ കത്തുക മ്യൂച്വൽ ഫണ്ട്സിന്റെ ഗ്രോന്റെ ഒക്കെ തോന്നുന്നു ഒരു പരസ്യം ഉണ്ടല്ലോ, ലാഭനഷ്ട ഏത് പരസ്യം ആലോചിക്കില്ല. നമ്മളെ തലയിൽ കിടന്ന് കറങ്ങാൻ ലാഭം നമ്മൾ കാണില്ല, ഇങ്ങനെ മറ്റേ മ്യൂട്ട് ചെയ്ത പോലത്തെ പരിപാടിയാണ്. മ്യൂച്വൽ ഫണ്ട് നഷ്ടസാധ്യതകൾക്ക് എല്ലാരും ഇതിനെ കുറിച്ച് അവയർ അല്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഞാനൊരു വീഡിയോയില് കണ്ടിട്ടുണ്ട്, ചെന്നൈയില്, തമിഴ്നാട്ടിൽ എവിടെയാണ്, ചെന്നൈയിലാണെന്ന് എൻ്റെ ഓർമ്മ. തമിഴ്നാട്ടില് ഒരു അബവ് 75 ഒക്കെ പ്രായമുള്ള ഒരാളാണ്, ഒരു കപ്പിളാണ്. അപ്പൊ ഇവര് ഇതേപോലെ അന്ധകാലത്ത് ഏതോ കുറച്ച് ഷെയർ, ഏതൊക്കെ ഷെയർ എന്ന് കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല, 2 കമ്പനിയുണ്ട്, അത്യാവശ്യം ഹ്യൂജ് ക്വാണ്ടിറ്റി ഷെയർ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഏകദേശം ഡിവിഡൻഡ് ആയിട്ട് മാത്രം കൊല്ലത്തിൽ ഏതാണ്ട് 10 ലക്ഷം 12 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഡിവിഡൻഡ് മാത്രം അത്രയും എമൗണ്ട് കിട്ടുന്നുണ്ട്. അതെ, ഇതിന്റെ ആ ഒരു ലെവറേജ് നമ്മൾ ചിന്തിക്കാവുന്നതിന് അപ്പുറത്താണ്. നമ്മളത് ക്വാണ്ടിഫൈ ചെയ്ത് ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ അത് ലോങ് ടൈം എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. അതിൽ വേറെ തന്നെ ഒരു ആർഗ്യുമെന്റ് ആണ്.
എന്റെ സൈഡ് കാരണം. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ സംസാരിക്കുന്ന മറ്റേ സോഷ്യൽ മീഡിയ ഗുഡ് ആൻഡ് ബാഡ് എന്നുള്ള രണ്ട് രീതിയിലുണ്ട്. ബാഡ് ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ തോന്നുന്നു കുറച്ചുകൂടി ആൾക്കാർ ഒരു സൈഡിലോട്ട് ചായവുള്ളത് നെഗറ്റീവ് രീതിയിൽ ആരാണോ മാർക്കറ്റിംഗ് അവർക്കൊരു സൈഡ് കിട്ടുന്നത് അത്ര ഒരു നല്ല കാര്യമല്ല. അപ്പോ നല്ല രീതിയിൽ പാടുന്ന ആൾക്കാർക്ക് വ്യൂവേഴ്സ് ഇല്ല, ഇൻഫ്ലുവൻസ് ഇല്ല, അല്ലെങ്കിൽ അവർക്ക് ആ വ്യൂവർഷിപ്പോ ആ ഒരു വിസിബിലിറ്റി കിട്ടുന്നില്ല. ആരെങ്കിലും വെറുതെ ഒന്ന് നല്ലൊരു പാട്ടുണ്ടെങ്കിൽ അത് വെറുതെ എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത നമുക്കത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല സംഭവങ്ങളല്ല. റീസെന്റ് ആയിട്ട് ഫിലിം റിവ്യൂവേഴ്സ് റിലീസ് ചെയ്യുന്ന മനുഷ്യരുണ്ട്, അവർക്ക് ആ വിസിബിലിറ്റി കിട്ടുന്നില്ല. എന്നിട്ട് അവരെ അടിയിലേക്ക് തോന്നുന്നു, അവര് ചെയ്യുന്ന കോൺഫിഡൻസിന് അടിയിൽ വന്നിട്ട് ജസ്റ്റ് വെറുതെ ആൾക്കാർ ബുള്ളി ചെയ്യുന്ന പോലെ ഈ ഡാൻസ് കളിക്കുക അല്ലെങ്കിൽ വെറുതെ പാട്ടുകാര് ഫോളോ ചെയ്യാം. അത് ശരിയല്ലല്ലോ, എനിക്ക് തോന്നുന്നില്ല അത് ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല. അങ്ങനെ അവരെ പുഷ് ചെയ്യുന്നത് ഒരു സോഷ്യലി നല്ലൊരു മെസ്സേജ് അല്ല അത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരാൾ സ്കിൽ സെറ്റ് ഉള്ള ഒരാൾക്ക് അപ്പം തന്നെ വരുന്ന തോട്ടം എന്ന് വെച്ചാൽ ഓക്കെ ഞാനതൊക്കെ കളഞ്ഞ് എന്തെങ്കിലുമൊക്കെ കോപ്പറായി കാട്ടിയിരുന്നാൽ വ്യൂവർഷിപ്പ് കുറച്ച് പൈസയും കിട്ടും. അതല്ലാതെ ഒരാൾ സ്റ്റഡി ചെയ്ത് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ക്വാളിറ്റി കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ ആളില്ലാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ കോപ്രായം കാട്ടുന്ന പോലെ പൊക്കി പിടിച്ച് നടക്കാണ് ഇവര്. വീണ്ടും വീണ്ടും ഫേമസ് ആയിക്കോട്ടെ, അവർക്ക് ഫെയിം വരെ പൈസ വന്നുകൊണ്ടിരിക്കാണ്. അവരാ ആ ഒരു പാത്തുനിന്ന് അവര് മാറൂല. വീണ്ടും വീണ്ടും കൂടുതൽ ഇതിന്റെ ഫെയിം എങ്ങനെ കൂടുതൽ വർദ്ധിപ്പിക്കാം, റവന്യൂ എങ്ങനെ കൂട്ടാന്നുള്ള ആൾക്കാർ ചിന്തിക്കുള്ളൂ. വീണ്ടും കോപ്രായം കാണിക്കാണ്, ആ ഒരു രീതിയിലേക്ക് എത്താണ് ആൾക്കാർ. ഈ കണ്ടന്റ് ഇപ്പം എന്താ വെച്ചാൽ ഇപ്പോൾ പൊതുവേ നമ്മൾ ഇനീഷ്യലി യൂട്യൂബേഴ്സ് പൊതുവെ ക്വാളിറ്റി ശ്രദ്ധിച്ചിരുന്നു. ഇപ്പൊ എന്താ വെച്ചാൽ എന്തെങ്കിലും കണ്ടന്റ് ഇടുക, വ്യൂവർഷിപ്പ് വരിക, പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ഇതിലേക്ക് മാറി. പക്ഷെ അത് പ്രോപ്പറായിട്ട് ചെയ്യുന്ന കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്. ഇപ്പോൾ ശുചി ഭക്തന്, അതുപോലെ തന്നെ നമ്മുടെ എന്തേലും ഇപ്പം വേറെ യൂട്യൂബർ ആണെങ്കിൽ മലയാളത്തിൽ കുറെ അങ്ങനത്തെ കുറെ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ അഡോൺസ് കാശ്, അതുപോലെ തന്നെ ഹബീബ്, അതുപോലെ തന്നെ അങ്ങനെ കുറെ കണ്ടന്റ്. ഈ റിവ്യൂസിന് കേസ് വരികയാണെങ്കിൽ ഭയങ്കര കോംപ്രിഹെൻസീവ് ആയിട്ട് റിവ്യൂ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കുറെ മനുഷ്യരുണ്ട് ഇപ്പോൾ അങ്ങനെ കുറെ മനുഷ്യർ ചെയ്യുന്ന ഓരോരോ ഇതിന് ചെയ്യുന്ന ആൾക്കാർ. ഇനി എനിക്ക് തോന്നുന്നു മലയാളത്തിൽ കോണ്ടന്റ് ഒന്നും ഒരു കുറവില്ല. ക്വാളിറ്റി കോണ്ടന്റ് നമ്മൾ തെരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്ന ആരും കാണാനില്ലാത്ത മനുഷ്യര് എന്തായാലും ഉണ്ടാവും. അതില്ലാത്തതൊന്നും ഇല്ല. അപ്പോ അത് കാണാൻ ആളുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. നെഗറ്റീവ് സാധനം ഈ നെഗറ്റീവ് സാധനം പുഷ് കിട്ടുന്നതുകൊണ്ടാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, ഈ സാധനങ്ങൾ ട്രെൻഡിങ്ങിലോട്ട് വരുന്നത്, ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പം ഈ ബാഡിനെ അത് ആളുകൾ വേർതിരിച്ചത് എല്ലാത്തിനും പ്രൊമോട്ട് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ ആളുകൾ കാണാൻ താല്പര്യം. ഇപ്പോൾ സ്ട്രെസ് എടുക്കുമ്പോൾ തമാശ കാണാൻ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാവും. ചില ആൾക്കാർ ഇപ്പോൾ ഈ തമാശ എന്നുള്ളത് ഓക്കെ, പക്ഷെ ചില ആൾക്കാർ ഇപ്പോൾ ഈ നെഗറ്റീവ് അല്ലെങ്കിൽ ബാഡ് ഇൻഫ്ലുവൻസ് ഉള്ള കോൺറ്റന്റ് കാണുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ഇഷ്ടം നല്ലത് കാണാൻ ഇഷ്ടം നല്ലതാണ്. പക്ഷേ ഇത് എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബ് പോലത്തെ പ്ലാറ്റ്ഫോംസ് എല്ലാം വർക്ക് ചെയ്യുന്നത് അതിൽ വരുന്ന ഇൻപുട്സിനനുസരിച്ചാണ്. നിങ്ങളൊരു സാധനം കണ്ടു എന്ന് പറഞ്ഞാൽ അതൊരു വ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ ഓക്കെ അത് ബാഡ് ആണെന്ന് പറഞ്ഞാൽ ഒരു കമന്റ് പോലും കൂടി പോയിട്ടു. അപ്പോൾ അത് എക്സ്ട്രാ ഒരു ഇൻപുട്ടാണ് നിങ്ങളെ സൈഡിൽ. പിന്നെ അടുത്ത ഓക്കെ ലൈക്ക് ഡിസ്ലൈക്കിനെ ചെയ്തു, അതൊരു ഇൻപുട്ട്. ഡിസ്ലൈക്ക് മേ ബി ചിലപ്പോൾ ഡൗൺ ചെയ്യാം, പക്ഷെ അതൊരു ഇൻപുട്ടാണ്. ആൾക്കാർ ഇന്ററാക്ട് ചെയ്തു, കോണ്ടന്റിനോട് ഇന്ററാക്ട് ചെയ്തു, കൂടുന്നു. പ്ലാറ്റ്ഫോം അതിനാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതോടെ ഓക്കെ ഇവനത് കാണുന്നുണ്ട്, ഇവന് ഇപ്പോൾ ഇതിന്റെ ഒരു ആവറേജ് കോണ്ടൊക്കെ മേ ബി ഈസിലി പ്ലാറ്റ്ഫോംസിൽ എടുക്കാൻ പറ്റും. ഓക്കെ അപ്പം ലൈഫ് ടൈമിൽ പോയി ആകെ 2 കാര്യം കിട്ടും. ആകെപ്പാടെ എന്തിനാണ് ഇഷ്ടതാണ് മനസ്സിലായി, ഞങ്ങൾക്ക് ഇത് തരാതെ പറയാം. പക്ഷേ നമ്മള് പറയാം ഓക്കെ ലൂപ്പിൽ നിർത്തുക എന്നുള്ളത്. അതോടെ ഇപ്പൊ കൂടുതൽ യൂട്യൂബൊക്കെ ഷോർട്സും ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന റീൽസ് അതാവാം ആളുകളെ എൻഗേജ് ചെയ്ത് നിർത്തുക എന്നുള്ളത്. പക്ഷേ എല്ലാവരോടും ഇതൊന്നും ജനറലി കൊടുക്കാനൊരു അഡ്വൈസ്, എല്ലാവരും കോണ്ടന്റ് കാണുമ്പോൾ ഒന്ന് ചിന്തിക്കാം ഈ സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളതാണല്ലോ. പക്ഷെ നമ്മളൊക്കെ ഇരിക്കുക നമ്മളെപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളൊക്കെ കംപ്ലീറ്റ്ലി മാറി. ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ലിറ്ററലി ഞാനെപ്പോഴും പറയുന്നത് ഈ അഡിക്ഷൻ പോലെ തന്നെ നമ്മൾ എന്ത് അഡിക്ഷൻസ് ഉണ്ടോ സെയിം അതേപോലെ ഉള്ള ഒരു സാധനം തന്നെ സോഷ്യൽ അഡിക്ഷൻ. കാരണം അത് ഭീകരമാണ്. ഒരു പോയിന്റിൽ എത്തും നമ്മുടെ ട്രാൻസ് എഫക്റ്റിൽ വരെ എത്തും, നമുക്ക് അറിയില്ല. നമ്മൾ ഇങ്ങനെ സ്കൂളിൽ ഞാൻ എവിടെയോ പണ്ട് സ്കൂൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം പറഞ്ഞു ഇടയ്ക്കൊരു ഇൻസ്റ്റാൾ ചെയ്തൊരു ഞാൻ കുറച്ച് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാൾ ചെയ്യും. പിന്നെ എനിക്ക് ഓക്കെ നമ്മുടെ ഡോപ്പമിൻ തീരില്ലാതെ പുഷ് ചെയ്ത് ഇൻസ്റ്റാൾ നോക്കണം, അത് ഇൻസ്റ്റാൾ ചെയ്യും. എന്നിട്ട് ഇടയ്ക്ക് കുറച്ച് റീലൊക്കെ കാണും. റീൽ കുറച്ച് കാണുമ്പോൾ എനിക്ക് പിന്നെ മറ്റേ റിഗ്രറ്റ് അടിക്കും, ഗിൽട്ടടിക്കും. സമയം വെറുതെ വെക്കണം. അതേപോലെ എന്നാലും ഞാൻ എന്തോ ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് കണ്ടതാ ഒരു കുട്ടിയുണ്ട്, ജസ്റ്റ് അവൻ ആ റീൽ എടുക്കുക, റീൽ എടുത്തിട്ട് നമ്മളത് സ്ക്രോൾ ചെയ്യാമല്ലോ, അതിനെ ജസ്റ്റ് മോക്ക് ചെയ്തിട്ട് അവനെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ റീൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്.
അവൻ പറയണേ ഇത് നാളെ ചെയ്യണേ, ഞാൻ ചെയ്തുതരാം, ഇത് കാണുക. അതാണ് നമ്മൾ പറയാതെ നമ്മളോട് പറഞ്ഞു, പക്ഷെ നമ്മൾ അറിയുന്നില്ല. ഈവൻ ഇത് പോട്ടെ, നമുക്കൊരു ഷോർട്ട്, ഒന്നാമത് ഈ റീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷോർട്ട് സ്പാൻ നമ്മൾ അറ്റൻഷൻ ഉള്ളത്. മാക്സിമം 1 മിനിറ്റ് വീഡിയോ കണ്ട് നമ്മൾ അറ്റൻഷൻ സ്പാൻ വളരെ നശിച്ചു. ലോങ് വീഡിയോ കാണാൻ നമ്മളൊരു ക്വാളിറ്റി ഇല്ല. ഇപ്പൊ ഒരു ട്യൂട്ടോറിയൽ, ഒരു കോഡിംഗ് ട്യൂട്ടോറിയൽ പോലും ഇന്നെ കൂടെ ഒന്നും കണ്ടിരിക്കുന്നത് കാണാനുള്ള ക്വാളിറ്റി ഉള്ള ഒരു പടം കണ്ടിരിക്കാം. സിനിമ പെട്ടെന്ന് കഴിയാം. കാരണം വേറൊരു വീഡിയോയിലേക്ക് മാറ്റി കുറെ പറയാനുണ്ട്. ഇപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക് ഏകദേശം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ജസ്റ്റ് നോർമൽ നിങ്ങൾ പോലെ വർക്ക് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഒരു ആൾക്കാരാണ്. ഞങ്ങൾ പറയുന്നത് തെറ്റോ ശരിയോ ഒക്കെ ഉണ്ടാവും. ഞങ്ങളെപ്പോഴും നിങ്ങളോട് പറയാം, എന്തെങ്കിലും തെറ്റോ ശരിയോ നിങ്ങളത് കമന്റ് ബോക്സിൽ പറയാൻ ശ്രമിക്കുക. അതല്ല നിങ്ങൾ സ്പോട്ടിഫൈയിലാണ് ഇത് കാണുന്നതെങ്കിൽ, എന്തെങ്കിലും ഓഡിയോ പ്ലാറ്റ്ഫോംസിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ആ സാധനങ്ങൾ എന്താ പറയാ, ആ സജഷൻസ് ഞങ്ങൾ എങ്ങനെയെങ്കിലും അറിയിക്കാം. നമ്മളെ പ്ലാറ്റ്ഫോംസ് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഇൻസ്റ്റ ആണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബ് ആണെങ്കിലും പ്ലാറ്റ്ഫോംസ് ഞങ്ങൾ അറിയിക്കാൻ ശ്രമിക്കാം. നമുക്ക് നെക്സ്റ്റ് ഓരോരോ വീഡിയോസ്, നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യാം, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. അൺടിൽ ദെൻ ബൈ. താങ്ക് യു, ബൈ.